സദ്ദാം ഹുസൈൻ, അധികാരവും യുദ്ധങ്ങളും നിറഞ്ഞ ഒരു ജീവിതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് സദ്ദാം ഹുസൈന്റെ സംഭവബഹുലമായ ജീവചരിത്രത്തിലേക്ക് കടക്കാം. സദ്ദാം ഹുസൈൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇറാഖിന്റെ ആധുനിക ചരിത്രവും ഗൾഫ് യുദ്ധവും അമേരിക്കൻ അധിനിവേശവും ഒരു ശക്തനായ ഭരണാധികാരിയുടെ ഉയർച്ചയും തകർച്ചയും ഓർമ്മ വരും. സദ്ദാം ഹുസൈൻ 1937 ഏപ്രിൽ 28 ഇറാഖിലെ തിക്രിത്തിന് സമീപമുള്ള അൽ അഫ്ജ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ദാരിദ്ര്യവും കുടുംബ പ്രശ്നങ്ങളും നിറഞ്ഞ ബാല്യമായിരുന്നു അദ്ദേഹത്തിന്റേത്. ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ താൽപര്യം പ്രകടിപ്പിച്ച സദ്ദാം പിന്നീട് അറബ് ദേശീയത മുന്നോട്ടുവച്ചിരുന്ന ബാത്ത് പാർട്ടിയിൽ ചേർന്നു. അക്കാലത്ത് ഇറാഖിൽ രാജഭരണത്തിന് ശേഷം വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. 1958 ഇറാഖിലെ രാജഭരണം അട്ടിമറിക്കപ്പെട്ടു. പുതിയ റിപ്പബ്ലിക്കൻ ഭരണകൂടം അധികാരത്തിലെത്തിയതോടെ രാജ്യത്തെ രാഷ്ട്രീയം കൂടുതൽ സംഘർഷഭരിതമായി. 1959 അന്നത്തെ പ്രധാനമന്ത്രി അബ്ദുൽ കരീം കാസിമിനെതിരെ നടന്ന വധശ്രമത്തിൽ സദ്ദാമിനും പങ്കുണ്ടായിരുന്നുവെന്ന് ചരിത്രരേഖകൾ പറയുന്നു. വധശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് സദ്ദാം രാജ്യം വിട്ട് ആദ്യം സിറിയയിലേക്കും പിന്നീട് ഈജിപ്തിലേക്കും പോയി. 1963 ബാത്ത് പാർട്ടി ഇറാഖിൽ അധികാരത്തിലെത്തിയതോടെ സദ്ദാം വീണ്ടും രാജ്യത്തേക്ക് മടങ്ങി. എന്നാൽ ബാത്ത് പാർട്ടിയുടെ ആദ്യ ഭരണകാലം അധികകാലം നീണ്ടുനിന്നില്ല. 1968 നടന്ന അട്ടിമറിയിലൂടെ ബാത്ത് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തി. ഇതോടെ സദ്ദാം ഹുസൈൻ ഇറാഖിന്റെ രാഷ്ട്രീയത്തിൽ കൂടുതൽ ശക്തനായ വ്യക്തിയായി മാറി. അദ്ദേഹം രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളിലും രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലും വലിയ സ്വാധീനം നേടി. 1979 അഹ്മദ് ഹസൻ അൽ ബക്കർ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് രാജിവെച്ചതോടെ സദ്ദാം ഹുസൈൻ ഇറാഖിന്റെ പ്രസിഡന്റായി. അധികാരത്തിലെത്തിയതോടെ സദ്ദാം തന്റെ ഭരണത്തെ ശക്തിപ്പെടുത്തി. രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുകയും രാജ്യത്തെ ശക്തമായ സുരക്ഷാ സംവിധാനത്തിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇറാഖിൽ ശക്തമായ ഏകാധിപത്യ ഭരണരീതി വളർന്നു. എന്നാൽ അതേസമയം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സർക്കാർ വലിയ നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തു. ഇറാഖിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന അടിത്തറ എണ്ണയായിരുന്നു. എണ്ണയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് ഇറാഖിനെ ശക്തമായ പ്രാദേശിക ശക്തിയാക്കാൻ സദ്ദാം ശ്രമിച്ചു. പക്ഷേ അധികാരത്തിന്റെ ഈ ശക്തിക്ക് പിന്നാലെ വലിയ സംഘർഷങ്ങളും ആരംഭിച്ചു. 1980 ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇറാൻ-ഇറാഖ് യുദ്ധം ഏകദേശം 8 വർഷത്തോളം നീണ്ടുനിന്നു. 1980 മുതൽ 1988 വരെ നടന്ന ഈ യുദ്ധത്തിൽ ഇരുവശത്തുമായി വലിയ തോതിൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു. സദ്ദാം ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചത് അതിർത്തി തർക്കങ്ങളും പ്രാദേശിക രാഷ്ട്രീയ ശക്തിപോരാട്ടങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി കാരണങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് വർഷങ്ങളോളം നീണ്ടു. ഇറാഖിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. യുദ്ധത്തിന്റെ അവസാനഘട്ടത്തിൽ രാസായുധങ്ങൾ ഉപയോഗിച്ചുവെന്ന ആരോപണങ്ങളും സദ്ദാം ഭരണത്തിനെതിരെ ഉയർന്നു. 1988 ഹലബ്ജയിൽ നടന്ന രാസാക്രമണം സദ്ദാം ഭരണത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ സംഭവങ്ങളിലൊന്നായി മാറി. ആക്രമണത്തിൽ ആയിരക്കണക്കിന് കുർദിഷ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി ചരിത്രരേഖകൾ പറയുന്നു. ഇറാൻ-ഇറാഖ് യുദ്ധം അവസാനിച്ചതോടെ സദ്ദാം തന്റെ രാജ്യത്തെ വിജയിയായി അവതരിപ്പിച്ചെങ്കിലും ഇറാഖ് സാമ്പത്തികമായി തകർന്ന നിലയിലായിരുന്നു. യുദ്ധത്തിൽ ഉണ്ടായ കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളും രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കി. ഇതിന് പിന്നാലെയാണ് കുവൈറ്റുമായുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായത്. 1990 ഓഗസ്റ്റ് 2 ഇറാഖി സൈന്യം കുവൈറ്റ് അധിനിവേശം നടത്തി. ലോകരാജ്യങ്ങൾ ഈ അധിനിവേശത്തെ ശക്തമായി അപലപിച്ചു. അമേരിക്കയുടെ നേതൃത്വത്തിൽ നിരവധി രാജ്യങ്ങൾ ചേർന്ന് ഇറാഖിനെതിരെ സൈനിക സഖ്യം രൂപീകരിച്ചു. 1991 ഗൾഫ് യുദ്ധം ആരംഭിച്ചു. സഖ്യസേന ഇറാഖിനെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്തി. തുടർന്ന് കരയുദ്ധവും നടന്നു. കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ കുവൈത്തിൽ നിന്ന് ഇറാഖി സൈന്യത്തെ പുറത്താക്കി. സദ്ദാം ഹുസൈൻ അധികാരത്തിൽ തുടർന്നെങ്കിലും ഇറാഖിനെതിരെ കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഈ ഉപരോധങ്ങൾ ഇറാഖിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വളരെ ഗുരുതരമായി ബാധിച്ചു. ഭക്ഷണം, മരുന്ന്, മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾ എന്നിവയുടെ ലഭ്യതയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എന്നിരുന്നാലും സദ്ദാം തന്റെ അധികാരം നിലനിർത്തി. 90കളിലെ വർഷങ്ങളിൽ ഇറാഖ് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഏറെക്കുറെ ഒറ്റപ്പെട്ട രാജ്യമായി മാറി. അതിനിടെ അമേരിക്കയും ഇറാഖും തമ്മിലുള്ള സംഘർഷം തുടർന്നു. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ വിദേശനയത്തിൽ വലിയ മാറ്റമുണ്ടായി. ഇറാഖിന് കൂട്ടനശീകരണ ആയുധങ്ങൾ ഉണ്ടെന്നും സദ്ദാം ഹുസൈൻ അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അമേരിക്ക ആരോപിച്ചു.
ഇറാഖി ഭരണകൂടം ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ പരിശോധനകൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ നടന്നെങ്കിലും പ്രശ്നത്തിന് രാഷ്ട്രീയപരമായ പരിഹാരം കണ്ടെത്താനായില്ല. 2003 മാർച്ച് 20 അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഇറാഖിൽ സൈനിക അധിനിവേശം ആരംഭിച്ചു. അമേരിക്കൻ സൈന്യം അതിവേഗം ഇറാഖിന്റെ പ്രധാന നഗരങ്ങളിലേക്ക് മുന്നേറി. 2003 ഏപ്രിലിൽ ബാഗ്ദാദ് അമേരിക്കൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി. ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കെ സദ്ദാം ഹുസൈന്റെ പ്രതിമ ബാഗ്ദാദിൽ തകർക്കപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇറാഖിലെ സദ്ദാം ഭരണത്തിന് ഇതോടെ പ്രായോഗികമായി അന്ത്യം സംഭവിച്ചു. എന്നാൽ സദ്ദാം അപ്പോഴും പിടിയിലായിരുന്നില്ല. അദ്ദേഹം ഒളിവിൽ പോയി. അമേരിക്കൻ സൈന്യം മാസങ്ങളോളം അദ്ദേഹത്തെ അന്വേഷിച്ചു. ഒടുവിൽ 2003 ഡിസംബർ 13 തിക്രിത്തിന് സമീപമുള്ള അഡ്-ദൗർ പ്രദേശത്ത് ഒരു ചെറിയ ഭൂഗർഭ ഒളിത്താവളത്തിൽ നിന്ന് സദ്ദാം ഹുസൈനെ പിടികൂടി. ഒരിക്കൽ ഇറാഖിന്റെ ശക്തനായ ഭരണാധികാരിയായിരുന്ന അദ്ദേഹം ഇപ്പോൾ തടവുകാരനായി. തുടർന്ന് അദ്ദേഹത്തിനെതിരെ ഇറാഖി പ്രത്യേക കോടതിയിൽ വിചാരണ ആരംഭിച്ചു. ദുജൈൽ കേസുമായി ബന്ധപ്പെട്ട മനുഷ്യർക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ സദ്ദാം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. 2006 നവംബർ 5 അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. അപ്പീൽ നടപടികൾ പൂർത്തിയായതിനുശേഷം 2006 ഡിസംബർ 30 സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി. അദ്ദേഹത്തിന്റെ വധശിക്ഷയോടെ ഇറാഖിന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ ഒരു അധ്യായത്തിന് അവസാനം കുറിച്ചു. എന്നാൽ സദ്ദാമിന്റെ മരണം കൊണ്ട് ഇറാഖിലെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. അമേരിക്കൻ അധിനിവേശത്തിനുശേഷം രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരതയും വിഭാഗീയ സംഘർഷങ്ങളും വർദ്ധിച്ചു. പിന്നീട് ഇറാഖിൽ വിവിധ സായുധ സംഘടനകൾ ശക്തിപ്രാപിക്കുകയും വലിയ തോതിലുള്ള അക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ സദ്ദാം ഹുസൈന്റെ കാലഘട്ടവും അദ്ദേഹത്തെ പുറത്താക്കിയ 2003 യുദ്ധവും ഇന്നും ചരിത്രകാരന്മാരും രാഷ്ട്രീയ വിദഗ്ധരും വിശദമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. സദ്ദാം ഹുസൈനെ ചിലർ ശക്തനായ ദേശീയ നേതാവായി കാണുമ്പോൾ മറ്റു ചിലർ അദ്ദേഹത്തെ ക്രൂരനായ ഏകാധിപതിയായി വിലയിരുത്തുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇറാഖിൽ വലിയ വികസന പദ്ധതികൾ നടന്നെങ്കിലും അതോടൊപ്പം രാഷ്ട്രീയ അടിച്ചമർത്തലുകളും മനുഷ്യാവകാശ ലംഘനങ്ങളും വ്യാപകമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് നടന്ന ഇറാഖ് യുദ്ധം, കുവൈത്ത് അധിനിവേശം, ഗൾഫ് യുദ്ധം, കുർദിഷ് ജനതയ്ക്കെതിരായ ആക്രമണങ്ങൾ തുടങ്ങിയ സംഭവങ്ങൾ ഇറാഖിന്റെ ചരിത്രത്തെ ആഴത്തിൽ മാറ്റിമറിച്ചു. 2003 യുദ്ധം ആരംഭിക്കുമ്പോൾ കൂട്ടനശീകരണ ആയുധങ്ങൾ കണ്ടെത്തുമെന്നായിരുന്നു അമേരിക്കയുടെ പ്രധാന വാദങ്ങളിലൊന്ന്. എന്നാൽ പിന്നീട് ഇറാഖിൽ അത്തരം ആയുധങ്ങൾ കണ്ടെത്താനായില്ല. ഇത് യുദ്ധത്തിന്റെ ന്യായീകരണത്തെക്കുറിച്ച് ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് കാരണമായി. അങ്ങനെ നോക്കുമ്പോൾ സദ്ദാം ഹുസൈന്റെ ജീവിതം ഒരു ഭരണാധികാരിയുടെ കഥ മാത്രമല്ല. അത് അധികാരത്തിന്റെ ഉയർച്ചയും അതിന്റെ അപകടങ്ങളും, യുദ്ധത്തിന്റെ ദുരന്തങ്ങളും, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ സങ്കീർണതകളും കാണിച്ചുതരുന്ന ഒരു ചരിത്രമാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച സദ്ദാം ഹുസൈൻ ഇറാഖിന്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി മാറി. പക്ഷേ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന രാജ്യം തന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാനത്തിന് സാക്ഷിയായി. അവസാനം അധികാരം നഷ്ടപ്പെട്ട് ഒളിവിൽ കഴിയേണ്ടിവന്ന അദ്ദേഹം കോടതിയുടെ വിധിയിലൂടെ ജീവിതം അവസാനിപ്പിച്ചു. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന പാഠം ഇതാണ്. അധികാരം എത്ര ശക്തമായാലും അത് ശാശ്വതമല്ല. കാലം മാറുമ്പോൾ ഭരണാധികാരികളും മാറും. പക്ഷേ അവർ വിട്ടുപോയ ചരിത്രം തലമുറകളോളം നിലനിൽക്കും. ഇത്തരത്തിലുള്ള ലോകചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളും ചരിത്രപുരുഷന്മാരുടെ ജീവിതകഥകളും ലളിതമായി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്.